ഗൈസ്, അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഫിറ്റ്നസ് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രശാന്ത് ഏട്ടൻ എപ്പോഴും മൗണ്ടെയിൻസിൽ പോലും മറ്റേ എവറസ്റ്റ്, കിളിമഞ്ചാരോ അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളുള്ളൂ. അപ്പം ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എനിക്കും പറ്റുമോ എന്ന് വെച്ചിട്ട് ഇവിടെ അയർലാൻഡിലെ ഒരു മൗണ്ടെയിൻ ഉണ്ട്. അയർലാൻഡിലെ ബിഗ്ഗസ്റ്റ് മൗണ്ടെയിൻ അല്ല, അയർലാൻഡിലെ ബിഗ്ഗസ്റ്റ് അല്ല, പക്ഷേ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മൗണ്ടെയിൻ. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ്. കുറച്ച് തള്ളാന്ന് വിചാരിച്ചാൽ നടന്നില്ല എന്നൊക്കെ. ഓക്കെ, ഇതാണ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ്. ശരി, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ്. എന്നാലും വേണ്ട, എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയ മൗണ്ട് എവറസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫിറ്റ്നസ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം, കയറാൻ പറ്റുമോ, സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇതെങ്ങാനും ഞാൻ കയറുകയാണെങ്കിൽ പിന്നെ അവിടേക്ക് പോലും പോകാൻ ഞാൻ സ്വയം കൊടുക്കില്ല എന്നുള്ളതാണ്. ഞാനും ചിലപ്പോൾ ഇനി ഹൈക്കിംഗ് ഒരു പാഷനായി എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ജസ്റ്റ് വാണ്ടഡ് ടു ടെസ്റ്റ് മൈ ഫിസിക്കൽ ഫിറ്റ്നസ്. സോ അങ്ങനെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ലെറ്റ്സ് ഗോ. അപ്പോൾ പോണ വഴിക്ക് നിങ്ങൾക്ക് അത് നല്ല മനോഹരമാണെന്നാണ് പ്രശാന്ത് ഏട്ടൻ പറഞ്ഞ് കാണാൻ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും മറ്റുമായിട്ട് നമ്മൾ വീണ്ടും കടന്നായിരിക്കും. അപ്പോൾ അവിടെ പിന്നെ വേറൊരു കാര്യം എന്താ പറയുക, ഞങ്ങൾ മറ്റേ മാച്ചിങ് ടീഷർട്ടൊക്കെ ഇട്ടിട്ടൊക്കെയാണ് ഇന്ന് പോകണത്. കാരണം ഇന്ന് ഞങ്ങൾ രണ്ടൊരു ഹൈക്കിങ്ങും ചെയ്യാൻ പോകണം. അപ്പോൾ പ്രശാന്ത് ഏട്ടൻ കിളിമഞ്ചാരോയിൽ പോയപ്പോൾ ഒരു കിളിമഞ്ചാരോ എഴുതിയിട്ടുള്ള ഒരു ടീഷർട്ട് എനിക്കും മാമിക്കും പ്രശാന്ത് ഏട്ടനും വാങ്ങിയായിരുന്നു. അപ്പോൾ ഞാനത് യൂസ് ചെയ്യുന്നത് ഇതുവരെ വിചാരിച്ചില്ലായിരുന്നു. നമ്മൾ മൗണ്ടെയിനൊന്നും കയറാൻ പോകുന്നില്ലല്ലോ. പക്ഷേ ഇന്നിപ്പം അതൊരു അവസരമായി കണക്കാക്കിയതാണ്. ഞങ്ങൾ രണ്ടൊരു ടീഷർട്ട് നോക്കി ഇങ്ങനെ മാച്ചിങ് ടീഷർട്ടൊക്കെ ഇട്ടിട്ട് കയറിയാൽ ആയി. പ്രശാന്തേട്ടൻ കയറും, ഞാൻ കയറുമെന്ന് അറിയില്ല. പക്ഷെ എന്നാലും ഞാൻ കയറുന്നവരെ നിങ്ങൾ കാണുന്നതായിരിക്കും. ഓക്കെ എന്നാ ഗൈസ്, നമ്മളങ്ങനെ മൗണ്ടെയിൻസിൻ്റെ ഒരു സ്ഥലത്തോട്ട് എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ബാക്കിൽ കാണുന്ന ഏറ്റവും വലിയ മൗണ്ടെയിനാണ് നമ്മൾ കയറാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. ഈ മൗണ്ടെയിൻ കാണുമ്പോൾ തന്നെ എനിക്ക് കിളി പോയ പോലെ ഒരു ഫീൽ ഉണ്ട്. എനിക്കറിയില്ല ഞാനത് കയറുമെന്നുള്ളതും. ഒരു ആവേശത്തിൽ കയറി, അല്ല ഇതല്ല, റൈറ്റിൽ ഇതിനൊക്കെ വലുതാണെന്നാണ് പറയണത്. ഒരു ആവേശത്തിൽ കയറിയിട്ട് റെഡി ആയിച്ചെങ്കിലും ഇനിയിപ്പോൾ എന്താവുന്നൊന്നും അറിയില്ല. നിങ്ങൾ ആരും എന്നെ കളിയാക്കരുത്. ചിലപ്പോൾ നിങ്ങൾ പകുതി വീഡിയോയെ കാണുള്ളൂ, ബാക്കി ചിലപ്പോൾ പ്രശാന്തേട്ടൻ പോയ വീഡിയോ ഒക്കെ കാണും. ഞാൻ മാക്സിമം ഞാൻ പോയില്ല എന്ന് കാണിക്കാതിരിക്കാനുള്ള വീഡിയോ ഇടാൻ ശ്രമിക്കും. പക്ഷെ നിങ്ങൾ കണ്ടുപിടിക്കും. എന്നാലും പറ്റുവാണെങ്കിൽ കയറും. ഞാൻ കയറി എന്ന് പറഞ്ഞിരിക്കും, അല്ലെങ്കിൽ ഞാൻ കയറിയില്ല എന്ന് തന്നെ പറഞ്ഞിരിക്കും. അങ്ങനെ വഴിയിൽ പോകുന്ന സ്ഥലത്തൊക്കെ ഹെദർ പൂത്ത് നിൽക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ ഈ കാണുന്ന പർപ്പിൾ കളർ. നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ ക്യാമറയിൽ എത്ര കാണുന്നു എനിക്കറിയില്ല. ഇവിടെ പേടി ഉണ്ടോയെന്ന് ചോദിച്ചാലേ പേടി. മുകളിലെത്തുമ്പോൾ നമ്മൾ തണുക്കുമ്പോൾ കിടിയിടാനും തേവോ പ്രശ്നം. ഞാനെന്നാ കോട്ട് പിടിക്കണോ? വൻ ഡയലോഗൊക്കെയാണ്, പക്ഷെ മോളിക്ക് കയറുമോ തന്നെ അറിയില്ല. കോട്ടൊക്കെ പിടിച്ചു പോവാ. എന്തായാലും പോകുമ്പോ നല്ല തള്ളലായാലും പോവല്ലോ. മലയ്ക്കൊക്കെ കയറാൻ പോകുമ്പോഴേ മല കുറച്ച് ദൂരേക്ക് ആയിരിക്കും. എന്നിട്ട് നമ്മൾ കുറച്ച് കിട്ടാണ് അതിനെ കാണുക ചെയ്യും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി നമ്മൾ കറക്റ്റ് നേരെ മുമ്പിൽ ഈ മല ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് ഇതാ ഇങ്ങോട്ട് കയറിക്കോ എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കണത്. അതായത് നമ്മളതിന്റെ ചോട്ടിൽ വരെ പോകും തോന്നുന്നുണ്ട് അല്ലേ? നേരിട്ട് കയറലാണ്. അല്ല, എനിക്ക് കുറച്ച് നടക്കാൻ പറ്റിയ നന്നായിരുന്നു. കേരളത്തിന് വേണോ വേണ്ടെന്ന് തീരുമാനിക്കാലോ. കണ്ടോ അവിടെ നിൽക്കുന്നു, കണ്ടോ ഭീകരം. ഇതാണ് ഇപ്പൊ ഞാൻ കേറാന്നൊക്കെ പറയണത്. ഒരു ആവേശത്തിൽ അങ്ങോട്ട് പറഞ്ഞു പോയി എന്നുള്ളതാണ്. ഇത് കണ്ടപ്പോണ്ടല്ലോ ആൾക്കാരൊക്കെ ഉണ്ടാവൂലേ? മൃഗങ്ങൾ ഉണ്ടാവുമോ? രാത്രി ഇവരിപ്പോ എന്താ ചെയ്യണ? മറ്റേതിങ്ങനെ സ്കോട്ട്ലാൻഡിൽ ഇങ്ങനത്തെ സാധനമൊക്കെ കാണുമ്പോ ഇങ്ങനെ രസമായിട്ട് ഇങ്ങനെ നോക്കിക്കല്ലാണ്ട് തിരിച്ചു പോകണം. ഞാൻ പേടിച്ചു പോകത്തില്ലേ? അതാണ് ഇതാട്ടോ ഞാൻ കയറാൻ പോണത്. നിങ്ങൾക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ കാണുന്ന പോലെ അല്ല ഞാൻ അപ്പോൾ ഇതിനെ കാണുന്നത്. ഞാൻ നല്ല പേടിച്ചിട്ടാണ് കാണുന്നത് കേട്ടോ. ഫൈനലി ഞങ്ങൾ മൗണ്ടെയിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ട് ഇതാണെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. മനസ്സിലായില്ലേ? ഇതാണ് ഇപ്പം നമ്മൾ കയറാൻ പോണ മൗണ്ടെയിൻ എന്നാണ് പറയണത്. ഞാൻ ഈ സൈഡിലെ വ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതായത് സ്കോട്ട്ലാൻഡ് ലുക്കാണ് സത്യം പറഞ്ഞത്. ഇവിടേക്ക് ഇതിലേക്കാണ് നമ്മളിങ്ങനെ കയറാൻ അങ്ങനെ ആവേശം വരുന്നതിനായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. സത്യം പറഞ്ഞാൽ എത്ര ആവേശകുമാർ ഉണ്ടാവും അറിയില്ല. ട്രൈ ചെയ്യാം. നമ്മൾ സ്ഥലത്തെത്തിയിട്ട് കാരണം കുറച്ച് ആൾക്കാരൊക്കെ കാണാണ്ട് ഇവിടെ. തകർക്കും, ഞാനൊന്ന് തകർക്കും. പാർക്ക് ചെയ്തിട്ട് വേണം കയറാൻ. അങ്ങനെ ആവേശം കൊണ്ടിരിക്കണം. എന്നാ ശരി കേട്ടോ, എന്നാ ബാക്കി ഞാൻ നമ്മളിവിടെ എത്തിയപ്പോഴേക്കും നല്ല മറ്റേ സണ്ണിയൊന്നും അല്ല. അപ്പോൾ മാത്രമല്ല ഈ ഏരിയയിൽ കുറേ മൗണ്ടെയിൻസ് ഉള്ള കാരണം നല്ല കാറ്റുണ്ട്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ കാറ്റ്
കാറ്റൊന്നും ചെവി കയറാതിരിക്കാനുള്ള സാധനവും ഒരു കോട്ട് ഒരു ധൈര്യത്തിന് വേണ്ടി ഇട്ടു. കാരണം നമ്മൾ എവിടെ പോകുമ്പോഴും അയർലൻഡിൽ കോട്ട് കൈ പിടിക്കണം. കാരണം എപ്പോഴാണ് മഴ എപ്പോഴാണ് തണുപ്പ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ക്ലൈമറ്റ് നല്ലതാണെങ്കിലും കാറ്റ് നല്ലതുള്ളതുകൊണ്ട് കോട്ട് ഇടുന്നത് നല്ലതാണെന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയാണ് അവസ്ഥ. കാട്ടരുവികളൊക്കെ ഉണ്ട്, ചെറിയ കാട്ടരുവിയൊക്കെ. നമ്മൾ കയറിയിട്ടൊന്നുമില്ല, നമ്മൾ താഴെയാണ്. എന്നാലും ഇവിടെ തന്നെ നമുക്കൊരു അരുവിയൊക്കെ കാണാനുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര സീനിക്കൊക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും. പോലെ കയറി പോണേ. ഞാൻ കുറച്ചിങ്ങനെ വലിക്കുന്നുണ്ട്, പക്ഷെ ഇതൊക്കെ എന്ത് എന്നുള്ള പോലെയാണ് ആൾ പോണത്. ആവേശത്തിൽ കയറി യെസ് എന്ന് പറയുകയും ചെയ്തു. ഓക്കെ, എവിടെയോ തോന്നുന്നുണ്ട്. കോമഡി എന്താ വെച്ചാൽ തിരുവോണ ദിനത്തിൽ എല്ലാവരും ഇരുന്ന് വീട്ടിലിരുന്ന് സദ്യ കഴിക്കുന്ന 1:30 UK ടൈമിലാണ് ഞാൻ ഈ ഒരു വട്ടൻ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരുവോണമാണ്, തിരുവോണത്തിൻ്റെ അന്നാണ് പിണ്ടി പരിപാടി, കലാപരിപാടി. സാധനം കാണിച്ചു തരാം. ഇവിടെ നോക്കുമ്പോൾ നല്ലൊരു ലേക്ക് അവിടെ കാണും, പക്ഷെ അവിടേക്ക് പോകാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഇങ്ങോട്ട് കയറിയതുകൊണ്ട് അങ്ങോട്ട് പറ്റില്ല. അതൊക്കെ മുകളിൽ നിന്ന് വ്യൂ കിട്ടുന്നതാണ് പ്രശ്നം എന്നൊക്കെ പറയാം. ചെവിയിലിട്ടോ കാറ്റ് വരുന്നുണ്ടാവില്ലേ. ഞാൻ ഫോട്ടോ കൂരി ഫ്രീ ആയി, കാരണം ഹാർട്ട് റേറ്റ് കൂടിയപ്പോൾ നമുക്ക് ചൂടെടുക്കാൻ തുടങ്ങി. ഈ വരുന്ന പുറത്തെ ക്ലൈമറ്റ് വിൻഡി തണുപ്പൊക്കെ ആണെങ്കിലും കോട്ട് സ്വെറ്റ് അടിക്കാൻ തുടങ്ങി. അപ്പോൾ ചൂടെടുത്തപ്പോൾ ഞാൻ ഒഴിവാക്കിയപ്പോൾ നല്ലൊരു സുഖം തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കുറച്ചുകൂടി ആവേശം നടക്കാനൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ കയറി ഇപ്പോൾ എത്തി. ഇനി ഈ സൈഡിലൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ കയറുക. അരുവി നമ്മുടെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതുവരെ സത്യം പറഞ്ഞാൽ കോട്ടൂരിയപ്പില്ലേ നല്ലൊരു സുഖം തോന്നുന്നുണ്ട്. ഒരു കുറച്ചുകൂടെ ആവേശമായ പോലെ അങ്ങനെ തോന്നും. ഈ സീനറി അടിപൊളിയല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹൈക്കിങ് ചെയ്യുമ്പോൾ ആക്ച്വലി പറഞ്ഞാൽ ഈ വ്ളോഗൊന്നും എടുക്കാതെ നമ്മളിങ്ങനെ മനസ്സമാധാനമായി ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. നമ്മൾ സംസാരിക്കുന്നതുകൊണ്ട് എനർജി കുറേ പോകും. അപ്പം ഫ്രീ ആയി നടക്കുമ്പോഴാണ് കൂടെ മേലെ തിരിഞ്ഞാലും വ്യൂ കണ്ടാൽ മനസ്സിലാവും. കുറച്ചുകൂടെ മേലോട്ട് നമ്മളെത്തിയിരിക്കുന്നു. കുറച്ചുകൂടെ അടുത്തായി സംഭവം. ഞാൻ ഇത്ര ഒരു വാട്ടർ ബ്രേക്ക് പോലും എടുത്തിട്ടില്ല. അതൊക്കെയാണ് ഓക്കെ. സത്യത്തിൽ കുറച്ചുകൂടെ എത്തിയിട്ട് എടുക്കാതിരിച്ചിട്ടാണ്. സത്യം ദാഹിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും എത്രത്തോളം അങ്ങോട്ട് പോകാൻ പറ്റും നോക്കുകയാണ്, ഒരു ബ്രേക്ക് ഇല്ലാണ്ടേ. രസമുണ്ട് പരിപാടി. സൈഡിലുള്ള വ്യൂ ആണ്. ഞാൻ പെന്നെ എടുത്തപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള വ്യൂ ആണ് കാണുന്നതൊക്കെ. കയറി ആ ഒരു സ്റ്റേജിലോട്ട് എത്തിയിരിക്കുകയാണ്. പക്ഷെ നല്ല നമ്മൾ വേർക്കുമ്പോൾ ഉണ്ടല്ലോ ഈ തണുപ്പൊരു അടിപൊളിയാണ്. ഇതുവരെയ്ക്ക് തണുപ്പ് പറഞ്ഞാൽ വെറുപ്പായിരുന്നു. പക്ഷേ തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായി വേർക്കുമ്പോൾ. Yeah, is it? Yeah, hopefully. Yeah. Fingers crossed. അപ്പോൾ തണുപ്പ് ഇഷ്ടപ്പെടാൻ ഫസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നത് കാരണം നന്നായി വേർത്തു. അപ്പോൾ നല്ല തണുപ്പാണെങ്കിലും ആ തണുപ്പ് ഭയങ്കര നൈസായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു വൈബ് ബേസിക്കലി. ഇവിടെ എവിടെയും നമുക്ക് ഇരിക്കാട്ടോ. രണ്ട് ഫോട്ടോ എടുക്കണ്ടേ. ഹെഡ്മൺ ഹിലാരിയെ പോലെ പറയുന്നുണ്ട്. നമ്മൾ താഴെന്ന് ചെരിഞ്ഞിങ്ങനെ ഒരു പ്രദേശം കണ്ടില്ല, അതെല്ലാം അവിടെയാണ് ഇപ്പോൾ നമ്മൾ എത്തിയത്. അതാണ് ഈ പ്രദേശം.
ഉണ്ട്. അത്രേ ഉള്ളൂ ഇനി കയറാൻ തോന്നുന്നുണ്ട്. പക്ഷെ അത്രേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ അത്ര ഈസി ഒന്നുമല്ല. കുത്തനെയുള്ള സ്റ്റീപ്പാണ്, ഭയങ്കര സ്റ്റീപ്പാണ്. അപ്പോൾ നല്ല ശ്രദ്ധിച്ച് കയറണം. പിന്നെ ആ സൈഡിൽ ആ ലേക്ക് കണ്ടോ, കുറച്ചുകൂടെ ക്ലിയറായി. കുത്തനെയുള്ള കയറ്റായപ്പോൾ എനിക്ക് അത്ര ഉഷാർ പോരട്ടോ. നമ്മുടെ എവറസ്റ്റുകാരൻ മുന്നിൽ പോകുന്നുണ്ട്, ഒരു പൊട്ട് പോലെ ഇതൊക്കെ എന്നൊക്കെയുള്ള പോലെ. പക്ഷെ എനിക്ക് ഇത് വളരെ എന്നൊക്കെയുള്ള പോലെയാണ്. അവിടെ ഒരു സ്റ്റീപ്പാണ് ഞാൻ പോയി കയറിയ സ്ഥലം. ചിലർ പരിപാടി നല്ലതെന്ന് മനസ്സിലാവുന്നുണ്ട്. വാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സിമ്പിളായി വിളിക്കണേ. ഇംഗ്ലീഷുകാർക്ക് ഇതൊന്നും വിഷയമല്ല, കുട്ടി അമ്മയും എല്ലാവരും വരും. നമ്മുടെ ആമിയോടൊക്കെ ഇത് കയറി വെക്കാൻ പറയണം. ആമി പിന്നെ കാറിലേക്ക് കയറില്ല, എങ്ങടേലും പോകാനോ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യിപ്പിച്ചാലോ എന്നുള്ള പേടിയായിരുന്നു ചിലപ്പോൾ. അതാണ് നമ്മളും അവരും തമ്മിലുള്ളൊരു മേജർ വ്യത്യാസം. ഇറ്റ് ഈസ് ഇൻ ഫിറ്റ്നസ്. ഒരു ചെറുപ്പത്തിലെ കുട്ടികളെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇടുന്ന എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, സംഭവം അതാണ്. മൊത്തത്തിൽ എവിടെയും ചാടി കയറും. നമ്മുടെ കുട്ടികൾക്കൊന്നും തോന്നണില്ല. അങ്ങനെ ഞാനും മൗണ്ടൈനിയറിങ്ങിൽ ജോയിൻ ചെയ്യാൻ പോവാണ്. കാരണം എന്താ വെച്ചാൽ ഒരു 15 മിനിറ്റാണ് ഇനി കയറാൻ ബാക്കിയുള്ളൂ. അപ്പോൾ എനിക്ക് കുഴപ്പമില്ലാത്ത സ്റ്റാമിന ഉണ്ടെന്ന് ഞാൻ പ്രൂവ് ചെയ്യാണ്. അല്ലേ 15 മിനിറ്റ് അല്ലേ, 1 മണിക്കൂർ 3/4 മണിക്കൂറുണ്ട് ഇത്ര. എന്നാൽ ശരി, ഒന്നും പറഞ്ഞില്ല. കാണില്ല, ആ മലയുടെ മുകളിലും ആൾക്കാരുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞത് എന്താ വെച്ചാൽ അവിടെ കാണില്ലേ, നിങ്ങൾ ലൈറ്റ് കാണുന്നില്ലേ അവിടെ, ആ ലൈറ്റ് ഇങ്ങോട്ട് വരും നമ്മൾ ചെയ്യുമ്പോഴേക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ വരണ പോലെ തോന്നുന്നില്ല അല്ലേ? അതെ, അപ്പം അടിപൊളി. അപ്പം നമുക്ക് ചിലപ്പോൾ നല്ലൊരു വ്യൂ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മൾ കയറിയില്ലേ. ഇനി അങ്ങ് എത്ര മിനിറ്റാ സത്യം പറ? അപ്പം ഞാൻ ഏറെക്കുറെ കയറിയിട്ടത് അഞ്ഞ് ഇത്രയും കൂടി ഉള്ളൂ. ഞാനൊന്ന് ഇരുന്നതാണ്, കാരണം ഇവിടെ നല്ല ഇരിക്കാൻ പാകത്തിനുള്ളൊരു സീറ്റ് കണ്ടപ്പോൾ ചുമ്മാ ഒന്നിരുന്നതാണ്. ഇരുന്നാലാണ് നമുക്ക് വ്യൂ ഒക്കെ കാണാൻ പറ്റും. ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ എടുത്ത വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ടത്. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാം. ഈ മൗണ്ടൈനിയറിംഗ് എന്ന് പറഞ്ഞാലേ ഒരു സ്പിരിച്വാലിറ്റി ഫീൽ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ പിന്നെ ചെയ്തുകൂടായിരിക്കുന്നില്ല. അതിന് പറ്റിയതെന്ന് എനിക്ക് മനസ്സിലാവും. ലാസ്റ്റ് സൺറൈസ് കണ്ട സൺസെറ്റ് കണ്ട ആളാണ് ഈ നിൽക്കുന്നത്. മൂപ്പരാണെങ്കിൽ കുട്ടുപോലെ പോകുന്നു, ഞാനാണെങ്കിൽ വലിഞ്ഞ് കയറുന്നൊക്കെ ഉണ്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, അത്ര പറഞ്ഞുള്ള പ്രശ്നമൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്നാലും ലാസ്റ്റ് ഇപ്പം എന്താ വെച്ചാലേ കുത്തനെയാണ്. ഇതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാണ്. കുറച്ചൊന്നും തെറ്റി നമ്മളിതാ ഇങ്ങനെ ഇങ്ങോട്ട് വിടും. അങ്ങനെ ഇത് കയറലായിരിക്കില്ലേ പ്രശ്നം, ഇറങ്ങലാവും എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ആളുകൾക്ക് വഴി കൊടുക്കണം ഇറങ്ങുന്നവരാണ് സ്ലിപ്പാവാൻ കൂടുതൽ ചാൻസ്. സോ നമ്മളിങ്ങനെ യു ക്യാൻ ഗോ. At this distance the view കയറിയപ്പോൾ ഉള്ള വ്യൂ ആണിത്. ഇറ്റ്സ് വെരി നൈസ്. ഒന്നും പറയാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ കുഞ്ഞു മലകളൊക്കെ കയറാൻ ഞാൻ തയ്യാറാവാൻ റെഡിയാവാൻ പോവുകയാണെങ്കിൽ. സോ നല്ലൊരു എക്സർസൈസാണ്. നാളെ ലീവ് എടുത്ത് കാലിൽ നീര് വരുമോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഭയങ്കര ആവേശകുമാറായി കയറുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. എന്തായാലും കഴിയാറായി തോന്നുന്നു. കഴിയാറായി എന്നല്ല, ഇനിയൊരു ഹാഫ് ആൻ അവർ കൂടെ ഉണ്ടാവും. ഇതിൻ്റെ പീക്ക് ഇതല്ല എന്നാണ് പറയുന്നത്, കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ടാണെന്ന് പറയുന്നത്. വ്യൂ ഈ ഹൈറ്റിലുള്ള okay? Yes, it's okay. Nice. ഉയരത്താന്ന് മനസ്സിലാവണം. ഇതാ ഇങ്ങനെ നോക്കിയാൽ മതി. നമ്മൾ ഒരുപാട് ഉയരത്താണ്. നമ്മൾ വന്ന വഴി
എനിക്ക് ഈ അയർലൻഡ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, നോർത്തേൺ അയർലൻഡ് ആവട്ടെ അയർലൻഡ് ആവട്ടെ, ഞാൻ പോകുന്ന ഒരുവിധ സ്ഥലങ്ങളൊന്നും അവർ തീരെ കൊമേഴ്ഷ്യലൈസ് ചെയ്തിട്ടില്ല, അവർ തീരെ ബിസിനസ് ഓറിയൻറ്റഡ് അല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ മല തന്നെ കുറേ പേരൊന്ന് ഹൈക്ക് ചെയ്യുന്നുണ്ട്, എന്നിട്ടും അവരവിടെ ഒരു ചായക്കടയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം വെക്കാനോ അങ്ങനെ ആ വഴി കുറച്ച് വരുമാനം ഉണ്ടാക്കണം എന്നുള്ളൊരു തോന്നലൊന്നും ഇവർക്കില്ല. ഇവരിതിനെ കംപ്ലീറ്റ്ലി നേച്ചറിൻ്റെ വഴിക്ക് വിടുകയാണ് ചെയ്യണം. ഇതേ സമയം ഇതന്നെ സ്കോട്ട്ലൻഡിലായിരുന്നെങ്കിൽ ഇവരിത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി ഭയങ്കരമായി കൊമേഴ്ഷ്യലൈസ് ചെയ്യായിരുന്നു. എനിക്ക് പല സ്ഥലങ്ങളും സ്കോട്ട്ലൻഡ് പോയിട്ട് തിരിച്ചു അയർലൻഡിൽ വന്നപ്പോൾ പല സ്ഥലങ്ങൾക്കും അയർലൻഡ് പോലെ തന്നെ ചില ഭാഗങ്ങളൊക്കെ നന്നായി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഐൽ ഓഫ് സ്കൈ ഒക്കെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതേ മോഡൽ ഇവിടെ അയർലൻഡിലുണ്ട്. പക്ഷേ അയർലൻഡുകാർക്ക് അതിനെപ്പറ്റി അങ്ങനെ അവർക്ക് കൊമേഴ്ഷ്യലൈസ് ചെയ്യണം എന്നൊന്നും തീരെ അങ്ങനത്തെ കച്ചവട താല്പര്യം ഇല്ലാത്ത ഒരു കാറ്റഗറിയാണ് ഇവർ. അതുകൊണ്ട് തന്നെ എനിക്കിവർ കുറച്ചുകൂടിയും പേഴ്സണലി എനിക്ക് ഫേവറേറ്റ് ആണ് അയർലൻഡ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. കാരണം ഇപ്പോൾ അയർലൻഡിൽ വന്നപ്പോഴും തന്നെ ഇതുവരെ അയർലൻഡ് അല്ല നോർത്തേൺ അയർലൻഡ് ആയിരുന്നു നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരുന്നത്. പക്ഷേ അയർലൻഡിൽ മാത്രമല്ല ആൾക്കാരും ഹാസ് ടു ബി സെഡ്, കാരണം ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആളുകൾ. പക്ഷേ ഇങ്ങനെ ബ്രിട്ടൻ സൈഡിലോട്ടൊന്നും പോയാൽ ഇങ്ങനെയല്ല, അതിന് സ്കോട്ട്ലാൻഡിൽ പോയാലും ഇങ്ങനെയൊന്നും അല്ല എന്നാണ് ഞാൻ കേട്ടിരിക്കണത്. എനിക്കറിയില്ല, കാറ്റ് വന്നിനി ഞാൻ സംസാരിക്കുന്നില്ല. നമ്മൾ കുറച്ചുകൂടെ മേലെത്തിയപ്പോഴാണ് ആ തടാകം കടന്ന് കടൽ കാണാൻ തുടങ്ങി. അതായത് കടലിൻ്റെ കാഴ്ച. ഇതൊരു ഐലൻഡാണല്ലോ അയർലൻഡ്, ഒരു ബിഗ് വണ്ടറി ഐലൻഡ്, നാലോറും വെള്ളം, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ എത്തി. മേഘം കണ്ടോ ലെയർ ചെയ്ത് നിൽക്കുന്നത്, നമ്മൾ ഏകദേശം ഒപ്പാണ് ഈ മേഘം. അല്ല, ഞാൻ അറിയാൻ പാടില്ല എന്ന് ചോദിക്കും, ഇതിൻ്റെ അറ്റ എവിടെയാണ്? ഞാൻ അപ്പോൾ ഇത് കഴിഞ്ഞു വിചാരിച്ചിട്ട് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. ഇനിയിപ്പോൾ ഇതല്ലായിരിക്കുമോ പീക്ക്? ഞാൻ കരുതി ഇത്രേ ഉള്ളൂ. സുഹൃത്തുക്കളെ, ഞാൻ പറ്റിക്കപ്പെട്ടു. ഇതല്ല സംഭവം. ഇനിയുണ്ട് 10 മിനിറ്റിന്. ഭീകരം. ഇങ്ങനെ പറ്റിച്ചിട്ടുണ്ടല്ലോ, സത്യം പറഞ്ഞ അതാണ് പീക്ക്. അങ്ങോട്ട് ഇനിയുണ്ട് ഒരു മണിക്കൂർ. ദൈവമേ, ഞാനതിനവിടെ എത്തും തോന്നണില്ല. ഞാൻ സബ്മിറ്റ് ചെയ്തു എന്ന് വിചാരിച്ച സാധനം അല്ല സബ്മിറ്റ് ചെയ്തത്. അവിടെ വേറെ ഇങ്ങനെ സ്ഥലം മാത്രമേ ഉള്ളൂ. പക്ഷേ അങ്ങോട്ട് നോക്കുമ്പോൾ മിസ്റ്റി. നമ്മൾ ഏകദേശം മുകളിലെത്തി എനിക്ക് മനസ്സിലായി. ഇനി ഉണ്ടോ അത്രയും ദൂരം? ഇങ്ങനെയൊക്കെ പറ്റിക്കാൻ പാടും മനുഷ്യന്മാരെ. എന്തായാലും വന്നില്ലേ, ഞങ്ങൾ കേറില്ല. എന്താ നിങ്ങൾ പറഞ്ഞാൽ കയറും? ഞാൻ കയറാതിരിക്കും അല്ലേ? പക്ഷേ ഈ പുറത്തെ വ്യൂ നമുക്ക് കാണുന്നേ ഇല്ല കേട്ടോ, ഫുൾ മിസ്റ്റി ആയിട്ടേ. ആ പുറന്നല്ലേ നമ്മളിപ്പോൾ ഇത്രയും നേരം കണ്ട വ്യൂ ആണത്. പക്ഷേ ഈ പുറത്തേക്ക് നല്ല വ്യൂ ആണെന്നാണ് മിസ്റ്റർ പ്രശാന്തേട്ടൻ, മിസ്റ്റർ പി പറയുന്നത്. കയറിപ്പോയാൽ അറിയാം. മിസ്റ്റ് ഇല്ലെങ്കിൽ സംഭവം സണ്ണൊന്നും ഇങ്ങോട്ട് വന്നില്ല. അപ്പോൾ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ നല്ല തണുപ്പായിരിക്കും. കോട്ടൊക്കെ കയ്യിൽ വെച്ചാൽ നന്നായി. ഷെക്കില്ലേ, നല്ല വേർത്തിട്ടേ, അല്ല നല്ല ക്ഷീണിച്ചിട്ടേ തണുപ്പറിയാതെ ഇണ്ണു. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. നോക്കാം, അവിടെ സന്തോഷമായിട്ട് ചിരിച്ചിക്കണ് പറ്റിച്ചിട്ട്.
കൈയിൻ്റെ ഒക്കെ സെൻസിറ്റിവിറ്റി പോയി. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മൊബൈൽ പ്രശ്നമായിട്ട് സബ്മിറ്റ് ചെയ്യണം. ആ മോളിക്ക് കയറുന്നതാണ് സബ്മിറ്റിങ്, അല്ല അപ്പുറത്താണ്, അതാണ് സബ്മിറ്റ് തോന്നുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞതൊന്നും വിശ്വസിക്കില്ല. അപ്പോൾ നമ്മളിങ്ങനെ വന്ന് ഫൈനലി പ്രശാന്തേട്ടൻ പറയണത് ഇപ്പോൾ ആ കാണുന്ന തുമ്പാണ് പീക്ക് എന്നാണ്. അവിടെ എത്ര നേരം ഞാനത് വിശ്വസിക്കുന്നു എന്ന് മാത്രം. ഞാൻ അത് കഴിഞ്ഞ് അതിൻ്റെ ബാക്കിൽ വേറൊരു സാധനം ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറ്റിക്കപ്പെട്ട പോലെ ആവും. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? 5 മിനിറ്റേ ഉള്ളൂ. സന്തോഷം കേട്ടോ. അങ്ങോട്ട് പറ്റിച്ചേ ലെവലാക്കി. എന്തായാലും കയറിയില്ലേ, ഇതിനിപ്പോൾ വഴിയിൽ നിന്ന് തിരിച്ചു പോകാൻ പറ്റുമോ? അല്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ, എനിക്ക് അത്ര പ്രോബ്ലം ഒന്നുമില്ല. അതൊക്കെ ഞാൻ വെറുതെ ഒരു കോമഡിക്ക് വേണ്ടി പറയുന്നത്. അത്യാവശ്യം ക്ഷീണിച്ചു എന്നുള്ള സത്യമാണെങ്കിലും ചെയ്യാൻ പറ്റില്ല എന്നൊന്നും തോന്നിയില്ല. ഒരു പോയിന്റിലും ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ നിമിഷം വരെ. അപ്പോൾ തിരുവോണമായിട്ടൊക്കെയാണ് ഞങ്ങളുടെ പരിപാടി. ആദ്യമായിട്ടാണ് ഞാൻ നാട്ടിലില്ലാണ്ടൊരു തിരുവോണം അല്ലെങ്കിൽ ഓണം നടക്കുന്നത്. അപ്പോൾ അതെന്തെങ്കിലും മെമ്മറി ഉള്ള ഒരു കാര്യം ചെയ്തിട്ടാവട്ടെ എന്ന് കരുതിയിട്ടൊന്നും അല്ല. പക്ഷെ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പറയാം, അത്രേ ഉള്ളൂ. ഞാൻ ഇവിടെ എത്തിയപ്പോൾ വീണ്ടും പറ്റിക്കപ്പെട്ടതായി സുഹൃത്തുക്കളെ. അതാണ് പീക്ക്. ഇതും അതും. അപ്പം ഞാൻ ഒന്നും ചെയ്തു സംഭവം. ഞാൻ ഇവിടുന്ന് വീഡിയോ എടുത്തിട്ട് കാര്യമില്ല, കാരണം ഫുള്ളൊന്നും കാണാനില്ലടോ. ഇവിടെ കഥകാതമായ ഗർത്താണ് കേട്ടോ. ഏതായാലും ഇവിടെ വരെ തിരഞ്ഞ് അതും കൂടെ കയറി പോരാ അല്ലേ? എന്തായാലും 3-4ാമത്തെയൊക്കെ സാധനം എത്തിയിട്ടാണ് ഇത് ഒറിജിനൽ സംഭവം കണ്ടത്. വീഡിയോ എടുക്കലും ഈ ചെറിയൊരു വഴി കൂടെ പോലും അത് സുഖമുള്ള പരിപാടിയില്ല. അവിടെ റിസ്ക്കാണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര റിസ്ക്കാണ്. ചെറിയൊരു ഏരിയ, രണ്ടുപുറം അഗാധമായ തണുപ്പ് കാരണം ഈ സെൻസിറ്റിവിറ്റി ഒക്കെ നഷ്ടപ്പെട്ട് കൈയൊക്കെ ഒരു ലെവലായിട്ടുണ്ട്. കാരണം ഞാൻ കോട്ടിട്ടില്ല, തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ.